ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടിയിലാട്ടോ. കുറേ ദിവസമായിട്ട് ഇങ്ങനെ പച്ചക്കറിയൊക്കെ നട്ട്, പിന്നെ ഇടയ്ക്കൊരു പൂച്ചെടി നടണമല്ലോ. പൂച്ചെടിയാണല്ലോ ഏറ്റവും ഭംഗിയുണ്ടാകുക, നമ്മളെ വീടിന് അലങ്കാരം. നമ്മളെ വീട് ഒരു കുഞ്ഞി കുടിലായാലും മുറ്റം നിറയെ പൂക്കളുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ വീട് തന്നെ മാറി മറിയും ഭംഗി കൊണ്ട് അടിപൊളിയാണ്. ഇപ്പോൾ രാവിലെ നമുക്ക് തളർന്ന് നിൽക്കുക, പൂക്കളിടയിൽ ഇങ്ങനെ പോയി നോക്കിയാൽ എന്ത് രസം. അതൊക്കെ നോക്ക്, പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ, ഇതാ വയലറ്റ്, ചുവപ്പ്, ഓറഞ്ച്, കട്ടച്ചോപ്പ്, എന്തെല്ലോ ബോഗൺവില്ല പറയണ്ട. അപ്പോൾ എനിക്ക് എത്ര നട്ടാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നടാൻ പോകുന്ന പൂച്ചെടി എന്താ അറിയോ? 10 മണി ചെടികൾ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ നിർത്തിയിരുന്നു ഞാൻ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇനിയും കുറേ സ്ഥലത്തൊക്കെ ഹാങ് ചെയ്ത് നിർത്തട്ടെ, ഞാൻ വെക്കട്ടെ എന്ന് വിചാരിച്ച്. ഇങ്ങനെ ബോൾ പോലെ ആക്കുക, നല്ല ഭംഗി ഉണ്ടാവും. പല കളറിലുള്ള 10 മണി ഇങ്ങനെ പൂത്തുലയുന്ന്. 10 മണി എന്ന് പറഞ്ഞാൽ പൂവിടുന്നത് 10 മണി തൊട്ടിട്ട് ഒരു 4 മണി വരെ ഉള്ളൂ. പക്ഷേ ആ സമയത്ത് നല്ല ഭംഗിയായിരിക്കുമല്ലോ. അപ്പം ഞാൻ നല്ല വെയിൽ വേണം അതിന്. അപ്പം വെയിലുള്ള സ്ഥലത്ത് ഹാങ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് നടുന്ന പാത്രം പോട്ട് ഏതാണെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ വരി, എൻ്റെ ഹാങ്ങിങ് പോട്ട് കണ്ടാൽ നിങ്ങൾ ചിരിക്കൂ. ഞാൻ ഒരു വസ്തു ഞാൻ കളയില്ല, കുപ്പി പ്രത്യേകിച്ചും കളയില്ല. കുപ്പിക്ക് നല്ല ഉറപ്പാണ്. മറ്റുള്ളത് പോലെയല്ലേ, എന്ത് വലിച്ച് കീറിയാലും കുപ്പി പോകില്ല, ചൂടാക്കിയാൽ മാത്രമേ ഉരുകുകയുള്ളൂ. ഇപ്പം ഞാനിതാ ഒരു വെള്ളക്കുപ്പി, 5 ലിറ്ററിൻ്റെ വെള്ളക്കുപ്പി ഇങ്ങ് എടുത്തിട്ട് നിറയെ ഹോൾസ് ഉണ്ടാക്കി. ഇതിൽ ഞാൻ ബോൾ പോലെ ആകൃതിയിൽ 10 മണി പൂക്കൾ ഉണ്ടാവുന്നത് ഇൻഷാല്ല ഞങ്ങളെ കാണിച്ചു തരും കേട്ടോ. നല്ല പൊട്ടി മിക്സൊക്കെ ഇട്ടിട്ട് ഹോൾസ് കുപ്പി എന്ന് പറഞ്ഞാൽ ഇതുവരെ നമുക്ക് വേസ്റ്റിൽ നിന്ന് കിട്ടൂ. ഇതൊക്കെ എനിക്ക് വേസ്റ്റിൽ നിന്ന് കിട്ടിയതാ. നമ്മൾ മനസ്സ് വെച്ചാൽ, നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് കൃഷി ചെയ്യാനുള്ള എല്ലാ പാത്രവും നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ഇതിലാണ് നടുന്നത്. കണ്ടോ, ഇവിടെ ഒരു ഹോൾസ് ഉണ്ടാക്കി, ഇവിടെ ഇത് ഞാൻ പോട്ടി മിക്സ് നിറക്കാനാട്ടോ. ഇങ്ങനെ ഇതിനാദ്യം ഹാങ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ വേണ്ട, ഇങ്ങനെ മതിയെന്നുണ്ട്. അപ്പം പോട്ടി മിക്സ് നിറക്കണ്ടേ, അതിന് ഞാൻ വലിയൊരു ഹോൾസ് അങ്ങ് ഉണ്ടാക്കി. അങ്ങനെയുള്ള ഓരോ ബുദ്ധി പ്രയോഗിച്ചിട്ട് നിറയെ ഹോൾസ്. ഇനി നമുക്ക് പോട്ടി മിക്സ് നിറക്കാം കേട്ടോ. ഞാൻ നടുമ്പോൾ ഞാൻ ഗ്ലൗസ് ഇടും. എനിക്കിപ്പോൾ പേടിയാണ്, ഞാൻ ഗ്ലൗസ് ഇടുന്നു. രാവിലെ ഒരു പണിയെടുത്തുകൊണ്ട് ഗ്ലൗസിൻ്റെ ഭംഗിയും നിങ്ങൾ നോക്കരുത് ദയവ് ചെയ്തിട്ട്. എപ്പോൾ പണിയെടുക്കും, അത് വൃത്തിയാക്കാൻ കഴിയുന്നില്ല. എല്ലാ വീട് പണിയെടുക്കണം, അടുക്കള പണി, അടിച്ചു വാരൽ, ചെടി നടൽ, ഒരു ദിവസത്തിന് നമുക്ക് സമയം പോരെ. അതുകൊണ്ട് ഒന്നും പറയരുത്. ഇന്ന് രാവിലെ വാഴ നട്ടിട്ടുണ്ടായ സ്ഥിതിഗതികളായത്. അപ്പം ഇനി ഞാൻ അടിയിൽ ഞാൻ എന്ത് വെക്കുന്നുണ്ടെന്നറിയോ? ചകിരി വെക്കുന്നുണ്ട്. ചകിരി പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം പറയും പോലെ തന്നെ ചകിരി മണ്ണ് ഒലിച്ച് പോകൂല, പിന്നെ കുറച്ചൊക്കെ നനവിലവിടെ നിൽക്കും, ഒരു ഈർപ്പം നില നിൽക്കൂ, അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. മണ്ണ് ഒലിച്ച് പോയാൽ പോയല്ലോ കഥ, പോട്ടി മിക്സൊക്കെ ഒലിച്ച് പോയാൽ. അപ്പോൾ ഞാൻ എൻ്റെ കൈ അങ്ങ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയൊരു ഹോൾസ് ഇവിടെ അങ്ങ് ഉണ്ടാക്കിയത്. ഇനി അടുത്തത് പോട്ടി മിക്സില്ല. എപ്പോൾ നമ്മൾ ചകിരിടണം കേട്ടോ. ചകിരിടുന്നത് എന്താണെന്ന് ഓരോരുത്തർ ചോദിക്കുന്നത് കാണാം. ചകിരിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ച് പോയാൽ മണ്ണ് തന്നെ അങ്ങ് ഒലിച്ചങ്ങ് പോയി കളയും. അപ്പോൾ അതങ്ങ് തടഞ്ഞു നിർത്തും, കുറച്ചൊക്കെ ഈർപ്പം നിർത്തും. മണ്ണ് ഒലിച്ച് പോയാൽ കഴിഞ്ഞില്ലേ. ഇനി അടുത്തത് ഉണ്ടാട്ടോ. ഇനി ഞാൻ അടുത്തത് ഇതാ പോട്ടി മിക്സ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുറ്റം നിറച്ചുള്ള പൂക്കളാണ്. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് നല്ല അലങ്കാരമായിരിക്കണം ചെടികൾ. ഈ 10 മണിയൊക്കെ നല്ല രസമാണ്. 10 മണിക്ക് കട്ട് ചെയ്താലേ അടുത്തുണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമല്ല, കട്ട് ചെയ്യണം. ആ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുപ്പി എടുത്തത്. നല്ല ഉറപ്പുമാണ്. നിങ്ങളെ വീട്ടിലൊക്കെ 10 മണി ഉണ്ടോ? 10 മണി നല്ല രസമാണ്, പല കളറിലുണ്ട്. ഞാൻ 2 തരം കളർ മിക്സാക്കി നടണം എന്ന് വിചാരിച്ചിരിക്കുക. ഇനി പോട്ടി മിക്സിൽ അതിൻ്റെ കൂടെ ഞാൻ കരിയില കമ്പോസ്റ്റും മണ്ണും മിക്സാക്കിയും കൊണ്ടുവന്നതാട്ടോ. എന്താന്ന് പറഞ്ഞാൽ ഒരു കയ്യേ പോവും, അപ്പം അമർത്തട്ടെ. ഇനിയും കുറച്ചും കൂടെ ഇടട്ടെ. നമ്മൾ എന്ത് ഇടുമ്പോഴും ലെവൽ ചെയ്യണം, എല്ലാ ഭാഗത്തും കിട്ടുന്ന വിധത്തിൽ ലെവൽ ചെയ്യണം. എന്താ ഇട്ടു. പിന്നെയെന്ന് പറഞ്ഞാൽ അത് ഹാങ് ചെയ്യുക നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഹാങ് ചെയ്യുന്നതിൽ എപ്പോൾ നമുക്ക് വെയിറ്റ് പാടില്ല, വെയിറ്റ് കുറച്ച് കുറക്കണം. അപ്പോൾ ഞാൻ കൂടുതൽ പൂക്കളിൻ്റെ കരിഞ്ഞതൊക്കെ ഇടുന്നത്, പിന്നെ കരിയില കമ്പോസ്റ്റൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ. എന്നാൽ ഞാൻ കുറച്ചും കൂടെ ഇടട്ടെ.
ഇതാണ് എൻ്റെ 10 മണി. ഇതങ്ങ് തിങ്ങി നിറഞ്ഞു. അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ നടാൻ പോകുന്നത്. ഇതിൻ്റെ കളർ നോക്ക്, നല്ലൊരു കളറാണ് അത് കേട്ടോ. ഇതിൻ്റെ കളർ കണ്ടോ, നല്ല കളറ്. ഇത് മഞ്ഞയാ, മഞ്ഞപ്പൂവ കൂടിപ്പോയിതാ. ഇത് മഞ്ഞയാ. അപ്പം മഞ്ഞയും ചുവപ്പും മിക്സാക്കി നടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്ത് മിക്സ് ആക്കുമ്പോൾ തന്നെ അങ്ങ് നടാലോ എന്ന് വിചാരിച്ചിട്ട്. അതിനൊക്കെ മൊട്ടുണ്ട്. നാളെ തന്നെ ഇത് വിരിയും. നാളെ തന്നെ നമ്മൾ നട്ട് കഴിഞ്ഞ് നോക്കിയാൽ വിരിയും. ഞാൻ ഫുള്ള് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തം പിടിച്ച് ഇങ്ങനെ അവിടെ കട്ട് ചെയ്യുക. അതിന് വലിയ താമസമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ അങ്ങ് പിടിച്ച്. ഇനി നമുക്ക് എന്താണെന്നറിയോ, ഇതിൽ നമ്മൾ കുറച്ച് പോട്ടി മിക്സൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കും. ഈ ഹാങ് ചെയ്ത ഈ പോട്ടിൽ ഇത് മണ്ണൊക്കെ പഴയതായി, വളങ്ങളൊക്കെ തീർന്നു പോയി. അപ്പോൾ ഇതും നിറയെ നല്ല തളിര് വന്നിട്ടുണ്ടാവും ഇതും. അപ്പോൾ നമുക്ക് കുറേ സ്ഥലത്ത് വീണ്ടും നടാം. 10 മണിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താ ഇക്കോലത്തിൽ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. എൻ്റെ അടുക്ക് പുല്ലും എന്താ കണ്ടില്ലേ. ഇതിനി നിറയെ അങ്ങോട്ട് പൂവിടാൻ തുടങ്ങും. എന്താ ഇത്രയുണ്ട്. ഇതന്നെ ഉണ്ട് ധാരാളം. എൻ്റെ മോനി മഞ്ഞ ഞാൻ മിക്സാക്കിയിട്ടാണ് നടുന്നത്. അതിൻ്റെ ഇടയിൽ പുല്ല് നോക്ക്, ഒരു ശ്രദ്ധ പോയ പുല്ല് വരെ ഇത് ഭയങ്കര പുല്ലാട്ടെ. നമ്മളിങ്ങനെ വളം ചെയ്യുന്നത് കൊണ്ടേ പുല്ലാ തിന്നു പോണെന്ന് തോന്നുന്നു. പുല്ല് പറിച്ചില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതൊക്കെ ഉണ്ടല്ലോ, പുല്ല് തിന്ന് തീർക്കും. നമ്മളെ പാവങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കാം. ഞാൻ രാവിലെ എണീറ്റാൽ എന്താ ചെയ്യാറിയോ, പണിയെല്ലാം കൂടെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങും എൻ്റെ ചെടിത്തോട്ടത്തിൽ. എന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ജീവികളുണ്ടോ, അണുക്കളുണ്ടോ, വെള്ളീച്ച ഉണ്ടോ, അതിനൊക്കെ ഉള്ള മരുന്നൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോട് സംസാരിച്ചുകൊണ്ട് നമ്മളെങ്ങനെ ഇടപഴകണം ചെടിയിൽ. എന്നാലേ നിങ്ങൾ പൂക്കൾ ഉണ്ടാവുള്ളൂ. എൻ്റെ പൂക്കൾ കണ്ടില്ല, നിങ്ങൾ ചുറ്റും എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് എന്താ ഇങ്ങനെ പൂവ്. എൻ്റെ ശ്രദ്ധ കൊണ്ടാട്ടോ. പിന്നെ പറയും നിങ്ങൾ വയനാടല്ലേ, അതല്ലേ ഇങ്ങനെ പൂവ്. വയനാടാന്ന് വിചാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മളതിൻ്റെ പുറകെ നടക്കണം. എന്തെങ്കിലും നട്ടിട്ട് വയനാടാന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയാലുണ്ടല്ലോ ഒരു സാധനം ഉണ്ടാവില്ല. എന്താ ഇതും കട്ട് ചെയ്ത് ഞാൻ എന്തൊക്കെ ബോട്ടി മിക്സ് എല്ലാം ലൈവായിട്ട് നിങ്ങളെ കാണിക്കുന്നത് അതുപോലെ നടാനാട്ടോ. എൻ്റെ ഇതൊക്കെ ചങ്ങലയാ. എന്തിൻ്റെന്നറിയോ, എന്താ ഇതിങ്ങനെ അങ്ങോട്ട് കൊളുത്തിയിടും. ഇതിപ്പോൾ നിറയെ വരും. ഇതും കൊളുത്തിയിടും. അപ്പോൾ 2 എണ്ണം ഓൾറെഡി റെഡിയായി കഴിഞ്ഞു. ഇതിനിപ്പോൾ 2 ദിവസം കുറച്ചും കൂടി മണ്ണിടാണ്ട്. മണ്ണ് എന്ന് പറഞ്ഞാൽ പോട്ടി മിക്സ്. ഇനി അതാണ് നിറക്കുന്നത്. അത് 2ഉം കഴിഞ്ഞു. ഇനി ഞാൻ ഇതിൽ തുടക്കത്തിലേ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് തുടക്കത്തിലേ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടാവും. കുത്തി നിറക്കണം. ഇങ്ങനെ അങ്ങ് ചെയ്താൽ കുറച്ച് വലുപ്പത്തിൽ മുറിച്ചിണ് ഞാൻ കേട്ടോ. എന്നാൽ പിന്നെ ബുദ്ധിമുട്ടില്ല നമുക്ക്. ഇതിനി പൂവായി വരുമ്പോഴത്തേക്ക് ഒന്ന് പൂവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കളയണോ, എന്നിട്ട് വെട്ടണോ. കളയാന്ന് പറഞ്ഞാൽ വെട്ടുക കേട്ടോ, സോറി. 2, 3, 4 ഒക്കെ അങ്ങോട്ട് നട്ടു കൊടുക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊയ്ക്കോളൂ. നമ്മൾ പേടിക്കൊന്നും വേണ്ട. അത് തിങ്ങുന്നുള്ള പേടിയേ വേണ്ട. പലതരം വേണം, പലതരം കളർ ഒന്ന് തന്നെ. ഇപ്പം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണിട്ട് കുത്തി നിറക്കാലോ. കാണുന്നില്ല ഹോൾസ്. ഒന്ന് കൈയിട്ട് അമർത്തട്ടെ. അല്ലാണ്ട് തന്നെ പോകുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി മണ്ണിടട്ടെ. ഞാൻ എൻ്റെ ഗ്ലൗസ് ഊരിക്കളഞ്ഞിക്ക് നടുമ്പോൾ എനിക്ക് പച്ചക്കയ്യാണ് വേണ്ടത്. ഭയങ്കര പാട്. അതൊരു പിടുത്തം കിട്ടുന്നില്ല. പണിയെടുക്കുന്ന എപ്പോൾ സുഖം പച്ചക്കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പേടി കൊണ്ടാണ് നമുക്ക്. ഇത് ഞാൻ നോക്കി വാരിക്കൊണ്ടുവന്നാണല്ലോ, അതുകൊണ്ട് അത്ര പേടിക്കണ്ട. കണ്ണും മൂക്കില്ലാണ്ട് വാരുന്ന തോട്ടത്തിൽ പോയി വാരുമ്പോൾ ഈ ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഹോൾസ് ഇടാം. അല്ല, ഹോൾസിൽ കുത്തി നിറക്കാം. അതുകൊണ്ട് ഞാൻ നിറച്ചിട്ടിടാന്ന് വിചാരിച്ചാൽ ഞാൻ നോക്കി. ഇതിടാൻ കാരണം എന്താണെന്നറിയോ, ഞാൻ ഇതിട്ട് കഴിഞ്ഞാൽ ഈ കരിയിൽ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈർപ്പം നിലനിർത്തും. ഈർപ്പം നിലനിർത്തിയാൽ ചെടികൾക്ക് നനവ് കിട്ടിയാൽ വെള്ളം കിട്ടിയല്ലോ. പിന്നെ അതുമല്ല മണ്ണ് പാറ പോലെ ഉറക്കൂല. മണ്ണ് പാറ പോലെ ഉറച്ചു കഴിഞ്ഞാൽ ഈ ചെടികളുടെ വേര് ഓടാൻ കഴിയൂല. നട്ടോട്ടോടി ചെടികളെ വേരാണല്ലോ ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ചെടികൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്താലാണല്ലോ ആഹാരം നിർമ്മിച്ചിട്ട് ഉഷാറിൽ വളരുന്നത്. അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് പാറ പോലെ ഉറക്കാണ്ടിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുക.
ഈ കരിയിൽ ഉണങ്ങിയത്, കരിയില കമ്പോസ്റ്റ്. ഇതാ വെയിറ്റേ ഇല്ല, തീരെ വെയിറ്റില്ല. ഇനി നമുക്ക് ഇതാ എൻ്റെ കുറച്ച് ചീഞ്ഞതും ഉണ്ട് കേട്ടോ. ഇതങ്ങനെ അങ്ങോട്ട് അമർത്തട്ടെ. മാക്സിമം അമർത്തിയാലേ ഇടയ്ക്കൊക്കെ ഇതും. എൻ്റെ മണ്ണിൻ്റെ കളറ് നോക്ക്. ഇതെന്താ അറിയോ? കരിയില കമ്പോസ്റ്റ് ഇട്ടതാട്ടോ. രണ്ടും കൂടി മിക്സാ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എന്നോട് ഒരാൾ ചോദിച്ചു കരിയില കമ്പോസ്റ്റ് ഇട്ടില്ലല്ലോ എന്ന്. കരിയില കമ്പോസ്റ്റ് ചിലപ്പോൾ ഞാൻ ഇടൂല, ഞാൻ പിന്നീടൊക്കെ ഇട്ട് കൊടുക്കൂ. എന്താ ഇങ്ങനെ ഇടാൻ കാരണം തന്നെ വെയിറ്റ് കുറയാനും പിന്നെ മണ്ണ് നല്ല ലൂസ് മണ്ണാവാനും നല്ല വളം കിട്ടാനും അതിനൊക്കെ വേണ്ടിയിട്ടാട്ടോ. ഞാൻ മുറ്റടിച്ച് വാരിയാലുണ്ടല്ലോ, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എപ്പോൾ ഒരു മുറം പൂക്കളാണ് എനിക്ക് കിട്ടിയതാ. ഇതിൻ്റെ ഒക്കെ പൂക്കൾ ഇങ്ങോട്ട് തൊയ്യും. പഠിച്ചോനെ രാവിലെ അടിച്ച് വാരിയില്ല എന്ന് വിചാരിക്കും. ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കും എന്താണ് അടിച്ച് വാരിയില്ലേന്ന്. അങ്ങനെ തൊയ്യും. ആ തൊയ്ഞ്ഞത് ഞാൻ അടിച്ച് വാരിയിട്ട് എൻ്റെ ചെടീൻ്റെ വട്ടം കൊണ്ടുപോയിടും. ചെടിക്ക് തന്നെ വളമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ മെലസ്റ്റോമ അങ്ങനെ പൂവിടാൻ തുടങ്ങിയാൽ പിന്നെ ഒരു മെലസ്റ്റോമ എൻ്റെ അത് കേട്ടോ. ആ കാണുന്നതാ മെലസ്റ്റോമ. എല്ലാം പൂവിടും. പിന്നെ ഞാൻ എൻ്റെ ശ്രദ്ധയും നനക്കും വളട്ടു. വളം എന്ന് പറഞ്ഞാൽ എൻ്റെ കൃഷി എല്ലാവർക്കും അറിയുന്നതാണല്ലോ. എൻ്റെ കൃഷിയിൽ പൈസ മുടക്കില്ലല്ലോ. എൻ്റെ കൃഷിയിൽ നിങ്ങൾ പിന്തുടർന്നാൽ നിങ്ങൾക്ക് വീടും പരിസരവും വൃത്തിയാവും. പുല്ല് എവിടെ ഉണ്ടാവില്ല. പുല്ലൊക്കെ പറിച്ചിട്ട് വളമാക്കി മാറ്റും. അതൊക്കെ മാറ്റിയ വീഡിയോ ഉണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വളമാണ് ബെസ്റ്റ് വളം. ഈ നൈട്രജൻ്റെ കണ്ടൻറ്റ് നിറഞ്ഞിക്കുക. അപ്പോൾ നിങ്ങൾ വയ്ക്കൂ എന്തിനാ ചെടികൾക്ക് നൈട്രജൻ എന്ന് വിചാരിക്കൂലേ. ഈ നൈട്രജൻ്റെ ഇതുണ്ടെങ്കിൽ മാത്രമേ ചെടികൾ നല്ല ആരോഗ്യത്തിൽ വളരാനും പിന്നെ ഇലകൾക്ക് പച്ച നിറം വരാനും പിന്നെ മണ്ണിലുള്ള ബാക്ടീരിയൻ്റെ അളവ് വർദ്ധിക്കാനും. മണ്ണിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട് ബാക്ടീരിയകൾ. നോക്കി ഇതിന് തീരെ വെയിറ്റില്ല. ഇനി ഞാൻ നടട്ടെ കേട്ടോ. തൽക്കാലം ഞാൻ ഇവിടെ തൽക്കാലം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്ഥിരമായിട്ട് തന്നെ വെക്കാം. ഇത് ഭംഗിക്ക് വേണ്ടിയിട്ടല്ല, മുൻഭാഗമല്ലത്. നോക്ക് അടിപൊളിയായിട്ട്. ഇതെല്ലാം ഞാൻ ഇവിടുന്ന് മാറ്റും. ഇതൊക്കെ വെയിൽ കിട്ടുന്നിടത്ത് മാറ്റും. എങ്ങനെയുണ്ട് എൻ്റെ ബോൾ 10 മണി പൂവ്? ഇപ്പം നിങ്ങൾക്ക് ബോളായിട്ടൊന്നും തോന്നൂല. ഞാൻ നനക്കട്ടെ. ഇതിന് നല്ല വെയിൽ വേണം. വെയിലുണ്ടെങ്കിൽ ഇതിങ്ങോട്ട് വിരിയൂ. ഇതൊക്കെ വിരിയൂ കേട്ടോ. നാളേക്ക് ഇതൊക്കെ വിരിയാൻ നനച്ചു കൊടുക്കട്ടെ. നനക്കുന്നത് കാണിച്ചു തരാം. പൂക്കളൊരു രസം തന്നെയാണ് അല്ലേ. ഞാൻ എൻ്റെ ബാക്കിയുള്ള പൂക്കളൊക്കെ കാണിച്ചു തരാം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക്. കാരണം എങ്ങനെയാണ് ഞാൻ ഈ പൂക്കൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്, ഞാൻ എന്താണ് വളം കൊടുക്കുന്നത് ഒപ്പം തന്നെ കാണിച്ചു തരും കേട്ടോ. എൻ്റെ മെലസ്റ്റോമ പൂവിട്ട് കണ്ടോ. ഞാൻ ഇതിൻ്റെ തളിര് നട്ട് വേര് പിടിച്ചിട്ട് എൻ്റെ പൂവുണ്ടായി. ഇതാ കണ്ടോ, പൂവിട്ടു. ഒരു വേറെ മൊട്ടും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ പുല്ല് പറിച്ചു കൊടുക്കുക. ഇത് വെറും കരിയിലല്ല കേട്ടോ, കുറച്ച് മണ്ണേ ഉള്ളൂ, വെയിറ്റ് ഇല്ല. ഇതെൻ്റെ ജെറേനിയത്തിന് നല്ല തിളങ്ങി നിൽക്കണമെങ്കിൽ പൂവ് കരിഞ്ഞതില്ലേ, കരിഞ്ഞതെല്ലാം പറിച്ചു കൊടുക്കണം. ഇതെല്ലാം പറിച്ചു കൊടുക്കണം, കട്ട് ചെയ്ത് കൊടുക്കണം, ഉണങ്ങിയ ഇലകളൊക്കെ മാറ്റി കൊടുക്കണം. എപ്പോൾ കുട്ടപ്പനായിട്ട് ഫ്രഷായി നിർത്തുക. എന്നിട്ട് നമ്മളെ ആ പുല്ലുകൊണ്ടുള്ള വളമല്ലേ അതും അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അടിപൊളിയായിട്ട് വളരും. കണ്ടോ നോക്ക്, ഇതിനൊക്കെ പൂവന്ന്. പിന്നെ എന്നോട് വൈഷ്ണവി പറഞ്ഞിരുന്നു ഈ ജെറേനിയത്തിൻ്റെ കട്ടിങ് വെള്ളത്തിലിട്ട് വെച്ചാൽ വേര് പിടിക്കുമെന്ന്. ഇപ്പം വൈഷ്ണവിനോട് ഞാൻ പറയുകയാണ്, ഞാൻ വെള്ളത്തിൽ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ അന്നനെ കുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കണം എനിക്ക് പോയിട്ട്. ഇടയ്ക്ക് ഞാൻ വെള്ളം മാറ്റുന്നൊക്കെ ഉണ്ട്, മാറ്റണം വെള്ളം കുത്തി വെച്ചാൽ. ഇതെൻ്റെ ജെറേനിയത്തിൻ്റെ ഒരു സെക്ഷനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടെ. എൻ്റെ മുറ്റം ഞാൻ പൗറാക്കാൻ വേണ്ടിയിട്ട് കല്ല് പതിപ്പിച്ചിട്ട് ഇട ഒഴിവില്ലേ കുറച്ച് ഒഴിവാക്കിയിട്ട് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ പുല്ല് പിടിപ്പിക്കാമെന്ന് എല്ലാവരും പറഞ്ഞു. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഒറിജിനൽ പുല്ല് മതി. അങ്ങനെ ഞാൻ ഇതിനൊക്കെ ഒറിജിനൽ പുല്ല് പിടിപ്പിച്ച് 2-3 കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടു പോയി. കള വരിക, നിറച്ച് കള വരിക. കള വരുന്നത് ഇതാ കണ്ടോളിതാ.
ഇങ്ങനെ അങ്ങോട്ട് കള വന്ന് എനിക്ക് എടുത്തെടുത്തെടുത്ത് മടുത്ത് പ്രായം കൂടുന്നവർ നമ്മൾ കുനിയാൻ കഴിയണ്ടേ. അങ്ങനെ കുനിയാൻ കഴിയാണെന്നിപ്പോൾ ഇതെല്ലാം നാം പറച്ചിട്ടിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് പറിച്ച് ഒഴിവാക്കി ഇന്ന് ഞാൻ. ഇതിൻ്റെ മുമ്പേ പ്ലാസ്റ്റിക് പുല്ല് പിടിപ്പിക്കാമെന്ന് എല്ലാവരും പറഞ്ഞിട്ട് ഒറിജിനൽ പിടിപ്പിച്ച് കഷ്ടപ്പെട്ട് മൊത്തം പറിച്ച് മാറ്റി. എൻ്റെ പൈസ സ്വാഹ പോയി. പിന്നെ എന്താ ഞാൻ അങ്ങ് സഹിച്ചു. ഇപ്പം രണ്ടാമത് ഞാൻ വിചാരിക്കുന്നത് ഇനി പ്ലാസ്റ്റിക് പിടിപ്പിക്കണം എന്നാണ്. എന്നിട്ട് അതിന് പുല്ല് പറിച്ചതന്ന് നോക്ക്. ഈ ഇതൊന്നും അല്ല, കുറേ ഉണ്ട്, മല പോലെ ഉണ്ട്, കാണിച്ചു തരതാ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ പുല്ല് ഞാൻ കളയൂര, ഞാനിത് വളമാക്കി മാറ്റും. ഇതിൽ ഞാൻ നല്ല നൈട്രജൻ സമൃദ്ധമുള്ളൊരു വളം ഉണ്ടല്ലോ ഞാൻ ഉണ്ടാക്കുന്നത്, അതുണ്ടാക്കും ഞാനിത്. അതിനു വേണ്ടി മാറ്റി വെച്ചതാ. ഇപ്പം എൻ്റെ മുറ്റം ഇപ്പം കുറച്ച് വൃത്തി തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ, ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒറിജിനൽ പുല്ല് പിടിപ്പിച്ച് കഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ. അപ്പോൾ എൻ്റെ പൂക്കളും പൂച്ചെടികളും 10 മണി ചെടി നടുന്നതും എല്ലാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ കാണിച്ചു തന്നല്ലോ. നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.